നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇസ്രായേലിലേക്കാണ്. ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്കുള്ള ചരക്ക് നീക്കം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യമൻ ബേസ് ചെയ്തിട്ടുള്ള ഹൂതികളാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇപ്പോൾ ശക്തമായ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഗസയിലേക്ക് സഹായം എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കപ്പലുകൾ റെഡ് സീയിലൂടെ കടത്തിവിടില്ല എന്ന് തന്നെയാണ് ഹൂതികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൂതികളുടെ അറ്റാക്ക് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഇസ്രായേലിന് തലവേദന സൃഷ്ടിച്ചിട്ടുള്ള നിരവധി അറ്റാക്കുകളാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹൂതികൾ അയച്ചിട്ടുള്ള ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലി നഗരങ്ങളിൽ എത്തിയതും നമ്മൾ കണ്ട ഒരു വസ്തുതയാണ്. ഗസയിൽ പട്ടിണി അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ ഖത്തറും അതുപോലെ തന്നെ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗസയിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ്റെ സപ്ലൈയും ഇസ്രായേൽ കട്ട് ചെയ്തത്. വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈജിപ്തിനും ഇസ്രായേലിനും ഇടയ്ക്കുള്ള ഈ ഒരു കോറിഡോറിൽ നിന്ന് ഇതുവരെ ഇസ്രായേലി സേന പിന്മാറിയിട്ടില്ല. അതിനാൽ തന്നെ പുറത്തു നിന്നുള്ള സഹായങ്ങൾ ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. അതിനിടെ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം പാളി എന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേലി ബന്ധികൾ, അതിലൊരു വിഭാഗം ബന്ധികൾ മരണപ്പെട്ടത് ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിലാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏകദേശം 41ഓളം ഇസ്രായേലികളാണ് ഇസ്രായേലിന്റെ തന്നെ അറ്റാക്കിൽ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഹമാസ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരം ആക്രമണത്തിൽ, അതായത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെയാണ് ഇത്തരം ബന്ധികൾ, അതായത് ബന്ധികളെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതിനാൽ തന്നെ ബന്ധികൾ മരണപ്പെടാം എന്ന രീതിയിൽ ഹമാസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത സിറിയയിൽ നിന്നാണ്. സിറിയയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. മുൻ പ്രസിഡന്റായിട്ടുള്ള ബാസർ അൽ അസദിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ആർക്കും പരിക്ക് സംഭവിച്ചതായിട്ടൊന്നും റിപ്പോർട്ടുകൾ വരുന്നില്ല. ഏകദേശം കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാത്രം ഇസ്രായേൽ സിറിയയിലേക്ക് ഏകദേശം 500-ൽ പരം അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ സിറിയയിൽ ഇസ്രായേൽ 21 വ്യോമാക്രമണം നടത്തിയതായും വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറിയിട്ടുള്ള ഈ ഒരു ആക്രമണം ഇസ്രായേൽ തുടരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിറിയയിൽ ഒരു ഭരണ സ്ഥിരതയുണ്ടായാൽ മാത്രമേ ഇത്തരം ഒരു ആക്രമണങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജീവിതവും അവർക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിരതയുള്ളൊരു ഗവൺമെന്റും അതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വവും അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്.